ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് നടന്ന കൺവെൻഷൻ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി എസ് സതികുമാർ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad, also at Kannur, Irati and Pattambi. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്നും പ്രസവാനുകൂല്യ കുടിശ്ശികയായ 13,000 രൂപ ഉടൻ അനുവദിക്കണമെന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. നീലേശ്വരത്തെ ആകാശപാത എത്രയും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്നും ആലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമുള്ള ആവശ്യവും കൺവെൻഷൻ മുന്നോട്ട് വെച്ചു. ആലാമിപ്പള്ളിയിലെ നഗരസഭ മിനി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എസ് സതികുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൊച്ചു കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും ഉണ്ടാകാത്തത് കൊണ്ടല്ല, പക്ഷെ ഇവരെല്ലാം ഉണ്ടായിരുന്നിട്ടും പാവപ്പെട്ട തയ്യൽക്കാരെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയിട്ടൊരു ക്ഷേമനിധി ഉണ്ടാക്കി തരുന്നതിലേക്ക് വേണ്ടി ആരോരും തയ്യാറാകാതിരുന്നപ്പോൾ സ്വയം സംഘടിക്കപ്പെട്ട് കക്ഷി രാഷ്ട്രീയങ്ങൾക്കും ജാതി മത ചിന്തകൾക്കും അതീതമായി വർഗബോധം ഉൾക്കൊണ്ടുകൊണ്ട് 81 അംഗമാലിയിൽ രൂപം കൊണ്ട പ്രസ്ഥാനം. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ കുഞ്ഞമ്പു അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ ജനാർദ്ദനൻ സംഘടനാ റിപ്പോർട്ടും, ജില്ലാ സെക്രട്ടറി കെ വി രാമചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും, ജില്ലാ ട്രഷറർ കെ ലത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കെ വി കുഞ്ഞിരാമൻ, കെ കെ രജികുമാർ, ടി ടി ഗീത, കെ വി കുഞ്ഞമ്പു എന്നിവർ സംസാരിച്ചു. കെ വി ശശിധരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.